ശ്രീ വി മുരളീധരൻ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വരികയാണ്. പൂർണ്ണമായി വന്നില്ലെങ്കിൽ കൂടി NDAക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു, അതിൽ BJPക്ക് തന്നെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ നേട്ടമാണ്. ബീഹാറിനെ സംബന്ധിച്ച് ഭരണ തുടർച്ചയിലേക്ക് പോവുകയാണ്. തീർച്ചയായിട്ടും ബീഹാറിലെ ജനങ്ങൾ ശ്രീ നരേന്ദ്രമോദിജിയുടെയും നിതീഷ് കുമാറിന്റെയും ജനപക്ഷ ഭരണത്തിനുള്ള അംഗീകാരമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസും സഖ്യകക്ഷികളും എന്ന് പറയുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. RJDയും സഖ്യകക്ഷികളും എന്നാണ് പറയുന്നത്. കാരണം കോൺഗ്രസ് വളരെ ചെറിയ പാർട്ടിയാണ് ബീഹാറിൽ. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണി, RJDയുടെ നേതൃത്വത്തിലുള്ള മുന്നണി ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഡൽഹിയിലെ ഭരണമടക്കം ഞങ്ങൾ അവസാനിപ്പിക്കാൻ പോവുകയാണെന്നുള്ള അവകാശവാദമാണ് നടത്തിയിരുന്നത്. ബീഹാറിലെ ജനങ്ങളുടെ താൽപര്യങ്ങൾ എന്താണ്, ബീഹാറിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ എന്താണ്, ഈ കാര്യങ്ങളിൽ ശ്രദ്ധ ഊന്നുന്നതിന് പകരം നരേന്ദ്രമോദിയുടെ ഭരണം അവസാനിപ്പിക്കും ഈ തെരഞ്ഞെടുപ്പോടുകൂടി എന്നുള്ള പ്രഖ്യാപനമാണ് നടത്തിയത്. നരേന്ദ്രമോദിയുടെ ഭരണം അവസാനിപ്പിക്കുമെന്നുള്ള അവകാശവാദം ഉന്നയിച്ച ആളുകൾക്കുള്ള തിരിച്ചടിയാണ് ബീഹാറിലെ ജനങ്ങൾ നൽകിയിരിക്കുന്നത്. സ്ത്രീകളും യുവാക്കളും കർഷകരും ഉൾപ്പെടെ എല്ലാ ജനവിഭാഗങ്ങളും വളരെ ശക്തമായിട്ടുള്ള പിന്തുണയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് നൽകിയിട്ടുള്ളത്. സ്ത്രീകളുടെ വലിയ തോതിലുള്ള പോളിംഗ് ശതമാനം ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകതയാണ്. സ്ത്രീകൾ നരേന്ദ്രമോദിയോടൊപ്പമാണ്. സ്ത്രീകളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ സർക്കാർ. ഇതെല്ലാം ജനങ്ങൾക്കറിയാം. അത്തരം പദ്ധതികളൊക്കെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് എന്നുള്ള ആരോപണമാണ് മറുവശത്ത് അവർ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് SIRനെ കുറിച്ചും. SIR ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. എല്ലാവരും ഉറ്റുനോക്കിയതും അതുതന്നെയാണ്. SIR ആണ് ഈ വിജയത്തിന് കാരണം എന്നുള്ള വാദവും ഉയർന്നു വരുന്നുണ്ട്. അത്തരത്തിലുള്ള ആരോപണങ്ങൾ, പ്രതികരണങ്ങളൊക്കെ ഇതിനകം വന്നു കഴിഞ്ഞു. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോൾ കോൺഗ്രസും സഖ്യകക്ഷികളും സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് വോട്ടിംഗ് മെഷീനെ കുറ്റം പറയുക, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റം പറയുക. ഇത് അവരെ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. കഴിഞ്ഞ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 52 തൊട്ട് 67 വരെ തുടർച്ചയായിട്ട് കോൺഗ്രസ് ഒരു വെല്ലുവിളിയുമില്ലാതെ ജയിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യമാണിത്. 67 ചെറിയ തോതിലെങ്കിലും ചില സംസ്ഥാനങ്ങളിൽ വെല്ലുവിളികൾ ഉണ്ടായത്. 77 വരെ ഈ രാജ്യത്ത് ഭരണമാറ്റം ഉണ്ടായിട്ടില്ല. 30 കൊല്ലക്കാലം അതിനുശേഷം ആ കാലത്ത് പ്രതിപക്ഷം ഒരിക്കലും പറഞ്ഞിട്ടില്ല തെരഞ്ഞെടുപ്പ് രീതികൾ തകരാറിലാണെന്ന്. ഇപ്പോ 2 തെരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോ കോൺഗ്രസിന് ജനങ്ങളെ വിശ്വസിക്കാൻ താൽപര്യമില്ല. പകരം തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് ചോദ്യം ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ SIRനെതിരായിട്ട് കോടതി പോയല്ലോ, സുപ്രീം കോടതി വരെ. അവസാനം എന്തായി? നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നില്ല എന്നുള്ളത് സുപ്രീം കോടതി തന്നെ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചു. SIR കൊണ്ടാണ് പരാജയപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒരു അനൌദ്യോഗികമായിട്ട് കള്ളവോട്ട് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കാലം ഇത്രയും സീറ്റ് നേടിയത് എന്നാണ്. കള്ളവോട്ടുകൾ നീക്കം ചെയ്യുക എന്നുള്ളതാണ് SIRലൂടെ ചെയ്തത്. ആ കള്ളവോട്ട് നീക്കം ചെയ്തപ്പോൾ ഞങ്ങൾ തോറ്റുപോയി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇത്രയും കാലം കള്ളവോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പിടിച്ചു നിന്നത് എന്ന് പറയലാണ്. അപ്പൊ അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ കാലത്തുള്ള വാഗ്ദാനങ്ങൾ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്ന് പറയുന്ന ആളുകള് എല്ലാ തെരഞ്ഞെടുപ്പിലും എല്ലാ പാർട്ടികളും മാനിഫെസ്റ്റോ ഇറക്കുന്നില്ലേ? കോൺഗ്രസ് മാനിഫെസ്റ്റോ ഇറക്കിയില്ലേ? കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോവിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്തത് എത്രയോ കാലമായിട്ട് കോൺഗ്രസ് ഗരീബി ഹടാവോ മുദ്രാവാക്യം മാത്രം മുഴക്കുന്നതാണ്. നരേന്ദ്രമോദി സർക്കാർ ഗരീബി ഹടാവോ മുദ്രാവാക്യം മുഴക്കാതെ 17 കോടി ജനങ്ങളെ അതിദാരിദ്ര്യ രേഖയുടെ മുകളിലേക്ക് കൊണ്ടുവന്നു എന്ന് താങ്കൾക്ക് വി മുരളീധരൻ പറഞ്ഞതിന് ഒരു മറുപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ഇത്ര കാലം SIR ആണ് ഇപ്പോൾ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇത്ര കാലം കള്ളവോട്ട് കൊണ്ട് ജയിച്ചിരുന്നു, ഇപ്പോൾ കള്ളവോട്ട് നീക്കം ചെയ്തതോടുകൂടി തോറ്റുപോയി എന്നാണോ പറഞ്ഞു വരുന്നത് എന്നാണ് വി മുരളീധരൻ ചോദിക്കുന്നത്.
വി മുരളീധരൻ ഇന്ന് വിജയത്തിൻ്റെ പക്ഷത്തും ഞാൻ പരാജയത്തിൻ്റെ പക്ഷത്തുമാണ് നിൽക്കുന്നത്. അതുകൊണ്ട് പിന്നെ പരാജയത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരാൾക്ക് വിജയത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരാളെ ഈ ചർച്ചയിലൂടെ തോൽപ്പിക്കാൻ സാധിക്കില്ല. പക്ഷേ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരട്ടെ. SIR എന്നത് എന്തിനാണ് ഇത്ര തിടുക്കം കൂട്ടി നടപ്പാക്കിയത് എന്ന ചോദ്യത്തിന് ആൻസർ ഇല്ല. ഇപ്പം കേരളത്തിൽ തന്നെ അദ്ദേഹം തെരഞ്ഞെടുപ്പിലൂടെ സജീവമായിട്ട് രംഗത്തുള്ള ഒരാളാണല്ലോ. ഈ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴായിരുന്നോ SIR നടത്തേണ്ടിയിരുന്നത്? 2024 തെരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാം പ്രവർത്തിച്ചു, അദ്ദേഹം മത്സരിച്ചു, ഒരുപാട് പേര് വലിയ വോട്ടുകൾ BJPക്ക് ചില സ്ഥലത്ത് കിട്ടി, ചിലയിടത്ത് കുറഞ്ഞു. പലതരത്തിൽ സമ്മിശ്രമായൊരു തെരഞ്ഞെടുപ്പ് ഫലമാണ് 2024 ഉണ്ടായത്. തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പുതുമയുള്ള കാര്യമല്ല, പണ്ടേ ഉണ്ട്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കള്ളവോട്ടുകൾ നടത്തിയിട്ടുള്ളത് CPIM ആണ് എന്ന് പറയുന്നതിനും എനിക്ക് യാതൊരു മടിയുമില്ല. അതിനെതിരെ ഫൈറ്റ് ചെയ്തൊരു പാർട്ടിയാണ് CMP. അത് സഹകരണ സംഘം തെരഞ്ഞെടുപ്പ് മുതൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരെ കള്ളവോട്ട് ചെയ്തതിന് അവരൊരു കാലത്തും കേരളത്തിൽ മടി കാണിച്ചിട്ടില്ല. അപ്പോൾ കള്ളവോട്ടുകൾ നീക്കം ചെയ്യുന്നതിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ ആ വോട്ടുകൾ നീക്കം ചെയ്യേണ്ടത് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിലാണ്. ഇവിടുത്തെ BLOമാരെ മുഴുവൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ SIRലേക്ക് ഇപ്പോൾ ഈ പ്രക്രിയയിലേക്ക് വലിച്ചഴിച്ചിരിക്കുകയാണ്. ഇനി ഏതാനും മാസങ്ങളേ ഉള്ളൂ തെരഞ്ഞെടുപ്പിന്. അപ്പോൾ SIR നടപ്പാക്കണമായിരുന്നെങ്കിൽ കേരളത്തിൽ നമുക്ക് കഴിഞ്ഞ 2024 ഒരു ജൂൺ മാസത്തിലോ ആഗസ്റ്റ് മാസത്തിലോ ചെയ്യാമായിരുന്നു. അപ്പോൾ അതിന് പകരം അത് 25 വരെ കാത്തിരിക്കുകയും തിടുക്കത്തിൽ അത് ചെയ്യുകയും അങ്ങനെ തങ്ങൾക്ക് ആവശ്യമില്ലാതെന്ന് തോന്നുന്ന ആളുകളുടെ അല്ലെങ്കിൽ ജനവിഭാഗങ്ങളുടെ വോട്ടുകൾ ഒന്ന് പുഷ് ചെയ്ത് കളയുകയും ചെയ്യുന്ന രീതി അതിൻ്റെ ഉദ്ദേശശുദ്ധിയെ വലിയ തരത്തിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. എനിക്ക് ബീഹാറിൽ അദ്ദേഹത്തിനുള്ളതുപോലെ കൃത്യമായി നേരിട്ടുള്ള വിവരമില്ലെങ്കിൽ പോലും ബീഹാറിലും ഒരു കാലഘട്ടത്തിൽ കള്ളവോട്ടൊക്കെ നടന്നിട്ടുണ്ടാവും എന്നല്ല ഉണ്ട്. പക്ഷേ ഇന്നിപ്പോൾ കുറേ കൂടി ബെറ്ററായിട്ടുള്ളൊരു പൊസിഷൻ ഇന്ത്യയിലുടനീളം ക്യാമറകളും അതുപോലെ തന്നെ ഐഡൻറ്റിറ്റി കാർഡുകളും വന്നപ്പോൾ ഉണ്ടായിട്ടുമുണ്ട്, കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് SIR നടപ്പാക്കുക എന്നതല്ല, ആ നടപ്പാക്കുന്നതിന് കാണിച്ച ഒരു അൺവാണ്ടഡ് ഹേസ്റ്റ്, ആ ഹേസ്റ്റ് വളരെയധികം ശ്രദ്ധ നമുക്ക് തന്നിട്ടുണ്ട് ഈ കാര്യത്തിൽ. അതുകൊണ്ട് 47 ലക്ഷം വോട്ടുകൾ കുറഞ്ഞതുകൊണ്ട് മാത്രമാണ് തോറ്റത് എന്ന് ഞാൻ പറയല. 47 ലക്ഷം വോട്ടിൻ്റെ കുറവ് ഒരു നിർണായകമായ കുറവാണ്. 6% വോട്ടുകളുടെ കുറവാണ്. എത്ര ശതമാനം വോട്ടിനാണ് അവിടെ ജയിച്ചതെന്നൊന്നും പഠിക്കാനുള്ള ന്യൂസൊന്നും നമ്മുടെ കയ്യിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നും ഇപ്പോൾ വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാനിപ്പോൾ വി മുരളീധരനെ ഒരു വാദപ്രതിവാദത്തിൽ കൂടി തോൽപ്പിക്കാം, പ്രത്യേകിച്ചും അദ്ദേഹം ജയിച്ചൊരു ദിവസത്തിൽ എന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഞാൻ ഈ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. അതൊരു ഗൗരവമായ വിഷയമാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ശ്രീ CP ജോൺ, താങ്കൾ നിലപാടുകൾ കുറച്ചുകൂടി ലൈറ്റ് ആക്കുകയാണോ? അതായത് SIR ആണ് ഈ തോൽവിക്ക് കാരണമെന്നായിരുന്നു തുടക്കത്തിൽ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ പറയുന്നു തിടുക്കത്തിൽ ഇതിൻ്റെ ഒരു ആവശ്യം വേണ്ടി വന്നില്ലായിരുന്നു, അതായിരുന്നു പ്രശ്നം എന്നുള്ളതാണ്. ശരിക്കും SIR ആണോ ഈ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ ബാധിച്ചത് എന്നുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ അറിയേണ്ടതുണ്ട്. അത് തിടുക്കത്തിൽ നടത്തുന്ന SIR എന്ന് പറഞ്ഞാൽ റിവിഷനാണല്ലോ. അത് സ്പെഷ്യൽ ഇൻറ്റൻസീവ്, 2 അഡ്ജക്റ്റീവാണ്. റിവിഷനാണ് നടക്കുന്നത്. വോട്ടേഴ്സ് ലിസ്റ്റിൽ റിവിഷൻ നടത്തുന്നതൊന്നും പണ്ട് നമ്മൾ അറിയാറ് പോലും ഇല്ല, അല്ലെങ്കിൽ അതിനൊന്നും ഇത്ര വലിയ ഹലബലോ ഇല്ല. ഇപ്പം ഡബിൾ അഡ്ജക്റ്റീവാണ്. ഒന്ന് സ്പെഷ്യലാണ്, ഒന്ന് ഇൻറ്റൻസീവാണ്. അപ്പോൾ അത് ഡബിൾ എൻജിൻ എന്ന് പറയുന്നത് പോലെ ഡബിൾ എൻജിൻ റിവിഷനാണ് എന്ന് പറഞ്ഞാൽ പ്രത്യേകമായി തിടുക്കത്തിൽ അല്ലെങ്കിൽ ശക്തമായി തീവ്രമായി, അതാണ് ഇൻറ്റൻസീവ്, തീവ്രമായ പരിഷ്കരണമാണ്. ഈ തീവ്രമായ പരിഷ്കരണം സ്പെഷ്യലും തീവ്രവുമായിട്ടുള്ള പ്രത്യേകവും തീവ്രവുമായിട്ടുള്ള ഈ പരിഷ്കരണം തെരഞ്ഞെടുപ്പിൻ്റെ വാതിൽക്കൽ വെച്ച് നടത്തുന്നത് തെറ്റാണ് എന്ന അഭിപ്രായത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ശരി ശ്രീ CP ജോൺ, ശ്രീ വി മുരളീധരൻ, താങ്കൾ ഇത് കേട്ട് കാണും. അതായത് വളരെ പെട്ടെന്ന് നടത്തിയ SIR ആണ് ഇപ്പോൾ പ്രശ്നമായിരിക്കുന്നത്, അല്ലെങ്കിൽ SIR ഇത്ര തിടുക്കപ്പെട്ട് നടത്തേണ്ടിയിരുന്നില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതങ്ങനെ നിൽക്കട്ടെ. ഒപ്പം ഒരു കാര്യം ചോദിക്കട്ടെ, ബീഹാറുമായി തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ
പരാജയം സംഭവിച്ചിരിക്കുകയാണ്. ബീഹാറിൽ 4 എന്നുള്ള നിലയിലേക്ക് കോൺഗ്രസിന്റെ ലീഡ് നില കുറയുകയാണ്. അത്ര ദയനീയമാവുകയാണ്. BJPയെ സംബന്ധിച്ച് വലിയ മുന്നേറ്റവും നടത്തുന്നു. താങ്കൾ കോൺഗ്രസിന്റെ ഈ ഒരു നിലയെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഇതിൽ ഒരു കാര്യം വളരെ എനിക്ക് വ്യക്തമായിട്ട് പറയാനുള്ളത്, ഈ തിടുക്കത്തിൽ എന്നുള്ള വാക്ക് ഒരു ആപേക്ഷികമായിട്ടുള്ള വാക്കാണ്. കാരണം എന്താണ് തിടുക്കം? 1 മാസം എടുക്കുന്നതാണോ തിടുക്കം? 2 മാസം എടുക്കുന്നതാണോ തിടുക്കം? എവിടെയും നിർവചിക്കാൻ പറ്റില്ല. എല്ലാ നടപടിക്രമങ്ങൾക്കും കൃത്യമായിട്ടുള്ള മാനദണ്ഡമുണ്ട്, കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളുണ്ട്. എല്ലാ നടപടിക്രമങ്ങളും അതിന് നൽകേണ്ടതായിട്ടുള്ള സമയം നൽകിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കിയിട്ടുള്ളത്. അവസാനം സുപ്രീം കോടതി വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള ആളുകളെ മുഴുവൻ പേരുകൾ പ്രസിദ്ധീകരിക്കണമെന്നാവശ്യപ്പെട്ടു. അത് മുഴുവൻ പ്രസിദ്ധീകരിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പ്രസിദ്ധീകരിച്ചതിന്റെ ഉദ്ദേശം, ഇതിലാരെങ്കിലും ജെനുവിനായിട്ടുള്ള വോട്ടറാണെങ്കിൽ അവർക്കത് ചോദ്യം ചെയ്യാനുള്ള അവസരം നൽകണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. ഞങ്ങൾ ഒരു ഘട്ടത്തിലും സുപ്രീം കോടതിയുടെ ഉത്തരവുകളെ, നിർദ്ദേശങ്ങളെ ചോദ്യം ചെയ്തിട്ടില്ല. BJP ഒരിക്കലും ചോദ്യം ചെയ്തിട്ടില്ല. കാരണം സുപ്രീം കോടതി പ്രസിദ്ധീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ പ്രസിദ്ധീകരിക്കട്ടെ. കാരണം ആരെങ്കിലും ഒരു യഥാർത്ഥ വോട്ടർ, ഇന്ത്യൻ പൌരനായിട്ടുള്ള ഒരു വോട്ടർ ഏതെങ്കിലും കാരണവശാൽ ആരുടെയെങ്കിലും ഒരു നോട്ടക്കുറവിന്റെ ഫലമായിട്ട് ഒഴിവാക്കപ്പെടുന്നുണ്ടെങ്കിൽ അയാൾക്ക് അവസരം കിട്ടുന്നതിൽ ഞങ്ങൾ ഒരിക്കലും എതിര് നിന്നിട്ടില്ല. പക്ഷേ ഈ ഒഴിവാക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഈ ആളുകൾ ഇല്ലാത്ത ആളുകളാണ്. അവരാരും അതിനെ ചോദ്യം ചെയ്തിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികൾ ജാഗരൂകരായിട്ട് പ്രവർത്തിക്കേണ്ട സമയമാണ് തെരഞ്ഞെടുപ്പ് സമയം. അവര് ഈ കാര്യത്തിൽ ചോദ്യം ചെയ്തിട്ടില്ല. അപ്പോ ഈ ബീഹാറിനെ സംബന്ധിച്ച് ഉയർന്നു വന്ന ഒരു വലിയൊരു ആരോപണം, തൊട്ടപ്പുറത്തുള്ള രാജ്യത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുള്ള ഇന്ത്യക്കാരല്ലാത്ത ആളുകൾ കുറെ കാലമായിട്ട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ബീഹാറിലും പിന്നെ ഉത്തരേന്ത്യയിലും മറ്റു പല സ്ഥലങ്ങളിലുമൊക്കെ അവര് വോട്ട് ചെയ്യുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ആ വസ്തുത തിരിച്ചറിഞ്ഞുകൊണ്ട് അത് കണ്ടെത്തി ഇന്ത്യൻ പൌരന്മാർ മാത്രമേ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യൂ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് ഈ രാജ്യത്തിനോട് കൂടുതലുള്ള എല്ലാവരുടെയും ചുമതലയാണ്. അതാണ് SIR-ലൂടെ നടന്നത്. SIR ഒരിക്കലും തിടുക്കപ്പെട്ടല്ല നടന്നത്. SIR-ൽ ഓരോ ഘട്ടത്തിലും നൽകേണ്ട സമയം, ആ സമയം നൽകിക്കൊണ്ട് തന്നെയാണ് ഈ പരിഷ്കരണം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ SIR ആണ് കാരണം എന്ന്, SIR മാത്രമല്ലല്ലോ, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തൊക്കെ വ്യാജ ആരോപണങ്ങൾ രാഹുൽ ഗാന്ധിയും കൂട്ടുകാരും നടത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഹൈഡ്രജൻ ബോംബ് എന്ന് പറഞ്ഞിട്ട് ഡൽഹിയിലിരുന്നിട്ട് ബോംബ് പൊട്ടിക്കാൻ ശ്രമം നടത്തിയില്ലേ? ഇതൊക്കെ ബീഹാറിലെ ജനങ്ങൾക്ക് ഒട്ടും തന്നെ ബോധ്യമായില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ദയനീയ പരാജയം കാണിക്കുന്നത്. RJDക്കുണ്ടായ പരാജയത്തെക്കാൾ ഭീമമായിട്ടുള്ള പരാജയമാണ് കോൺഗ്രസ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു പ്രതിപക്ഷ നേതാവിന്റെ ഉത്തരവാദിത്ത ബോധം, കാരണം ഇന്ത്യൻ തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിലും വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് തൊട്ട് ഇപ്പോൾ ഇതാ തെരഞ്ഞെടുപ്പ് ഫലം വരാൻ പോകുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഫലം വരെയുള്ള ഓരോ ഘട്ടത്തിലും എല്ലാവർക്കും ചോദ്യം ചോദിക്കാൻ, ചോദ്യം ചെയ്യാൻ, കോടതികളെ ആശ്രയിക്കാൻ, നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ ആരും തടഞ്ഞിട്ടില്ല, ആരും അതിന് മുതിർന്നിട്ടില്ല. കാരണം അത് മുതിരാതിരുന്നത് നിയമവിരുദ്ധമായിട്ടൊന്നും നടന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇപ്പോ ഈ ഹൈഡ്രജൻ ബോംബ് പൊട്ടിച്ചതിനെ പറ്റിയിട്ട് അടുത്ത ദിവസം മാധ്യമങ്ങൾ നേരിട്ട് ഹരിയാനയിലുള്ള ഈ ചൂണ്ടിക്കാണിച്ച 2 ഗ്രാമങ്ങളിൽ പോയിട്ട് വസ്തുതകൾ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഇതുപോലെയുള്ള അപക്വമായിട്ടുള്ള ഒരു നേതൃത്വം ഒരു രാജ്യത്ത്, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ജനാധിപത്യം എന്ന് പറയുമ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് ചേരുമ്പോഴാണ് ജനാധിപത്യം. ശ്രീ വി മുരളീധരൻ, നമ്മുടെ ആരോപണങ്ങളും വാദങ്ങളും ഒക്കെ SIR-ൽ മാത്രമായി അങ്ങ് ഒതുങ്ങിപ്പോകുന്നു. ശരിക്കും വലിയൊരു തോൽവിയാണ് അവിടെ മഹാഗഠബന്ധൻ നേരിട്ടിരിക്കുന്നത്. അവരുടെ തോൽവിക്ക് അങ്ങനെയാണെങ്കിൽ കാരണം എന്തായിരിക്കാം? എന്താണ് താങ്കൾ കരുതുന്നത്? അല്ല, വളരെ 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 എന്റെ ഒരു വിലയിരുത്തൽ, നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഭരണം, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണം, ഈ ഈ സർക്കാർ സ്വീകരിച്ചിട്ടുള്ള ജനപക്ഷ നയങ്ങൾ, കാരണം ബീഹാർ അറിയുന്ന എല്ലാവർക്കും അറിയാം,
ലാലു യാദവിന്റെ കാലത്തുണ്ടായിരുന്ന ബീഹാർ എങ്ങനെയായിരുന്നു, ഈ കഴിഞ്ഞ 5 വർഷത്തിലേറെ ഏതാണ്ട് 10 വർഷത്തോളം ആകുന്നു നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഭാരതീയ ജനതാ പാർട്ടി കൂടി പങ്കാളിയായിക്കൊണ്ട് നടന്ന ഭരണം, ആ ഭരണം എങ്ങനെയായിരുന്നു? ഇത് രണ്ടും താരതമ്യം ചെയ്യാൻ വളരെ വളരെ കൃത്യമായിട്ട് ബീഹാർ അറിയുന്ന മുഴുവൻ ആളുകൾക്കും വളരെ എളുപ്പത്തിൽ സാധിക്കും. ലാലുവിന്റെ കാലത്തുള്ള ഭരണം അഴിമതി മാത്രമല്ല, ഒരു ജംഗിൾ രാജ്. അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട ആളാണല്ലോ ലാലു. ആ ആളുടെ നേതൃത്വത്തിലാണ് ഇവര് ഈ ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ശ്രമിക്കുന്നത്. ആ ആളുകളെ കൂടെ നിർത്തിക്കൊണ്ട്, എന്നിട്ട് ഞങ്ങൾ അഴിമതി മുക്ത ഭരണം കാഴ്ചവെക്കും എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് എത്ര ബോധ്യമാവും? പിന്നെ ബീഹാറിലെ സാമുദായിക സമീകരണങ്ങൾ, ആ സമീകരണങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് ഈ കോൺഗ്രസും സഖ്യകക്ഷികളും വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചത്. അത് ഫലപ്രദമായില്ല. കാരണം ഈ സാമുദായിക സമീകരണങ്ങൾക്കപ്പുറത്ത് ഒരു പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്, വികസനത്തിന്റെ രാഷ്ട്രീയം, ആ വികസനത്തിന്റെ രാഷ്ട്രീയം കഴിഞ്ഞ 10 വർഷമായിട്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രയോജനപ്പെടും. അതുകൊണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ ദിവസം എണ്ണപ്പെട്ടു, RJD കേന്ദ്രത്തിൽ പിന്തുണ പിൻവലിക്കും എന്നാണ് കോൺഗ്രസ് നേതാക്കന്മാരും ബാക്കിയുള്ള ആൾക്കാരൊക്കെ പ്രസംഗിച്ചിരുന്നത്. അത് സ്വാഭാവികമായിട്ടും ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല നരേന്ദ്രമോദിയുടെ സർക്കാർ. ശ്രീ CP ജോൺ, താങ്കൾക്ക് തീർച്ചയായും ഇതിനൊരു മറുപടി ഉണ്ടാകും. അതായത് കോൺഗ്രസിന്റെ ഏറ്റവും ദയനീയമായ ഒരു സാഹചര്യമാണ് ഈ ബീഹാറിൽ നമ്മൾ കണ്ടത്. ഒപ്പം തന്നെ ഇപ്പൊ വി മുരളീധരൻ സൂചിപ്പിച്ചതുപോലെ വികസനത്തിന് വേണ്ടിയുള്ള വോട്ടുകളാണ് ജനങ്ങൾ ചെയ്തത്. അതായത് അഴിമതി വിരുദ്ധമാണ് അല്ലെങ്കിൽ അഴിമതിക്കെതിരെ പോരാടും എന്ന് എത്ര മഹാഗഠബന്ധൻ പറഞ്ഞാലും അത് അത്ര ശരിയാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഞാനിപ്പോൾ അദ്ദേഹത്തിന് മറുപടി പറയാൻ ശ്രമിക്കുകയല്ല, അത് അദ്ദേഹത്തിൻ്റെ നറേഷനാണ്. പക്ഷേ അദ്ദേഹം തന്നെ പറഞ്ഞ ഒരു ഗൗരവമായ വിഷയമുണ്ടല്ലോ. ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രധാനമായും ശ്രദ്ധിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രോസസ്സിൽ നടക്കുന്ന അട്ടിമറിയെക്കുറിച്ചാണ്. അതിൻ്റേതായ ഗുണവും ദോഷവുമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ആത്മാവാണ് എന്ന് തീർച്ചയായിട്ടും പറയാം. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രോസസ്സിനെ കുറിച്ചുള്ള ചർച്ചകൾ, ആ ചർച്ചകൾ നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന പോലെ ഒരു 10,000 രൂപ കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് കരുതുന്ന ദരിദ്രനായൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം അദ്ദേഹത്തിൻ്റെ അജണ്ടയായിട്ട്, അദ്ദേഹത്തിൻ്റെ മെനുവിൽ, പൊളിറ്റിക്കൽ മെനുവിൽ കടന്നു വരണമെന്നില്ല. ഇറ്റ്സ് എ റിയാലിറ്റി. കാരണം അയാളൊരു 10,000 രൂപ കടം വാങ്ങിച്ചത് എങ്ങനെ തിരിച്ചു കൊടുക്കാം എന്നാലോചിച്ചിരിക്കുന്ന ഒരാളോട് നിങ്ങൾ ഈ പറയുന്ന ഈ വോട്ട് ചോരി കാണുന്നില്ലേ എന്ന് ചോദിച്ചാൽ അതിൻ്റേതായ പരിമിതിയുണ്ട്. പക്ഷേ ആ പരിമിതി കൊണ്ട് ആ പ്രശ്നം ലഘുവായി തീരുന്നില്ല. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പ്രോസസ്സ് അത് വളരെ പ്രധാനമാണ്. ബഹുമാനായിട്ടുള്ള മുരളീധരൻ, എൻ്റെ സ്നേഹിതൻ, അദ്ദേഹം ഹരിയാനയെക്കുറിച്ച് പറഞ്ഞു. ഹരിയാനയിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഹൈഡ്രജനോ ആറ്റം ബോംബോ എന്തോ ആവട്ടെ, എന്താണ് സംഭവം? അവിടെ 22 വോട്ടർമാരുടെ ചിത്രത്തിൽ അത് ഇന്ത്യക്കാരല്ലാത്തവരെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, വ്യക്തമായി രാഹുൽ ഗാന്ധി കൊണ്ടുവന്നല്ലോ. ബ്രസീലിലുള്ളൊരു മോഡലിൻ്റെ പടം എങ്ങനെ വന്നു? ഒരു പടമല്ല, 22 സ്ഥലത്ത് വന്നു. ബ്രസീലിലെ മോഡൽ ഇപ്പോഴും ഉണ്ടല്ലോ. അവർ പറഞ്ഞു ഇതെന്തൊരു ഭ്രാന്താണ്. അപ്പം നമ്മൾ ഒരു ബ്രസീലിയൻ മോഡലിൻ്റെ വർഷങ്ങൾക്ക് പഴക്കമുള്ള ഒരു ചിത്രം, ഒരു സ്റ്റോക്ക് ഷോട്ട് എന്ന് വേണം നമുക്ക് പറയാം. നമുക്ക് ഒരുപാട് ചിത്രങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് പ്രസിദ്ധരായ ചിത്രങ്ങളൊക്കെ കുട്ടികൾക്ക് പോലും നമുക്ക് ഇതിൽ നിന്നും എടുക്കാവുന്നേ ഉള്ളൂ, നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് അല്ലെങ്കിൽ സൈറ്റിൽ നിന്ന് എടുക്കാം. അപ്പോൾ അത്തരത്തിൽ ആരാണത് ചെയ്തത്? ഒരു ലളിതമായ ചോദ്യമാണ്. എങ്ങനെ ഒരു വിദേശ വനിതയുടെ ചിത്രം ഇന്ത്യയുടെ വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് വന്നു? അതാരാണ് ചെയ്തത്? എങ്ങനെയാണത്? അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആരിലാണത് ഫിക്സ് ചെയ്യേണ്ടത്? ഇതുവരെ ഗവൺമെൻറ് ഒന്നും പറഞ്ഞിട്ടില്ല, BJP ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഒരു കാര്യം എന്താണ്? ഇത് പറഞ്ഞതുകൊണ്ട് വോട്ട് കിട്ടുമോ? അതൊരു ക്വസ്റ്റ്യനാണ്. അത് ഇന്ത്യ മുന്നണിയും ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഇലക്ഷൻ പ്രോസസ്സിൻ്റെ, തെരഞ്ഞെടുപ്പ് യന്ത്രത്തിൻ്റെ, വോട്ടർ പട്ടികയുടെ, കള്ളവോട്ടിൻ്റെ കാര്യങ്ങൾ, ആ തെരഞ്ഞെടുപ്പിൻ്റെ ആത്മാവ്, അതിൻ്റെ ആ പൊളിറ്റിക്കൽ സ്പിരിറ്റ് അത് മനസ്സിലാക്കുന്നതിൻ്റെ കാര്യങ്ങൾ മാത്രം പറഞ്ഞതുകൊണ്ട് വോട്ട് കിട്ടില്ല എന്നൊരു പാഠം ഇന്ത്യ മുന്നണിയും അവരെ പിന്താങ്ങുന്ന എന്നെ പോലുള്ളവരൊക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ജനങ്ങൾക്ക് അവരുടെ ജീവിത പ്രശ്നങ്ങൾ,
അത് പ്രധാനമാണ്. ആ പ്രധാനമായ പ്രശ്നങ്ങളിൽ ഏറ്റവും അവസാനം കൊടുക്കുന്ന ചില സോപ്സ് എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞ ആ തരത്തിലുള്ള ചെറിയ ചെറിയ കേരളത്തിൻ്റെ ഭാഷ മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ കിറ്റ് കൊടുക്കുന്നത് കൊണ്ട് ആളുകൾക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതും പരാജിതരായ ആളുകൾ പഠിക്കേണ്ടതാണ്, അല്ലാതെ അതിനെ ഒറ്റയടിക്ക് തള്ളിക്കളയണമെന്നല്ല. അതുകൊണ്ട് ഇന്നത്തെ ചർച്ച നമുക്ക് അവിടെ നിർത്താമെന്നാണ് എനിക്ക് തോന്നുന്നത്. പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കാൻ പരാജിതരും വിജയത്തിൽ വലുതായിട്ട് അഹങ്കരിക്കേണ്ട എന്നുള്ള പാഠം പഠിക്കാൻ വിജയികളും തയ്യാറാവുകയും തെരഞ്ഞെടുപ്പിൻ്റെ പ്രോസസ്സിൻ്റെ മുകളിൽ കൈവയ്ക്കുന്നത് താൽക്കാലിക ജയങ്ങൾ ഉണ്ടാക്കുമെങ്കിലും ദീർഘകാല രാഷ്ട്രീയത്തിന് നല്ലതല്ല എന്നവർ മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് വളരെയധികം നന്ദി ശ്രീ CP ജോൺ. ഇത്രയും നേരം ഞങ്ങൾക്കൊപ്പം ചെലവഴിച്ചതിന് ശ്രീ വി മുരളീധരനിലേക്കാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുകയാണ്, ഒപ്പം വിജയത്തിൽ വലിയ ഒരു നേട്ടമുണ്ടാക്കി എന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസമൊന്നും വേണ്ട എന്നുകൂടി പറയുകയാണ് ശ്രീ വി മുരളീധരൻ. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അതായത് ചില സൗജന്യങ്ങൾ നൽകുന്നത് വഴി മാത്രം നേടാൻ കഴിയുന്നതാണോ ഒരു സംസ്ഥാനത്തിന്റെ ഭരണം, അല്ലെങ്കിൽ ഒരു വിജയം പിടിച്ചെടുക്കാൻ അങ്ങനെ ചില സൗജന്യങ്ങൾ മാത്രം നൽകിയാൽ മതിയോ? അല്ല, ദേശീയ ജനാധിപത്യ സഖ്യവും ഭാരതീയ ജനതാ പാർട്ടിയും ഒരു വിജയത്തിലും ഒരിക്കലും അഹങ്കരിച്ചിട്ടില്ല. എല്ലാ ജനങ്ങൾ ഏൽപ്പിക്കുന്ന വലിയ ഉത്തരവാദിത്തമാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞ എത്രയോ 11-12 വർഷമായിട്ട് നിരന്തരമായിട്ട് തെരഞ്ഞെടുപ്പുകളെ നേരിടുകയും വിജയിക്കുകയും ഇടയ്ക്ക് ചില പരാജയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പരാജയങ്ങളിൽ നിന്ന് ഞങ്ങൾ പാഠം ഉൾക്കൊള്ളും. വിജയത്തിന്റെയും കാരണം എങ്ങനെ കൂടുതൽ ജനങ്ങളുടെ പിന്തുണ ആർജിക്കാൻ വേണ്ടിയിട്ട്, കൂടുതൽ ആളുകളുടെ പിന്തുണ ആർജിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്താൻ പറ്റും. പക്ഷേ ഇപ്പോഴും ഞാനൊരു കാര്യം പറയാം, രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, ഈ ആരോപണങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിൽ നിയമപരമായിട്ടുള്ള മാർഗങ്ങളുണ്ട് ഇതൊക്കെ ചോദ്യം ചെയ്യാൻ. അദ്ദേഹം നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഒന്നും ഉപയോഗിക്കാൻ അദ്ദേഹം സന്നദ്ധനല്ല. പകരം പത്രസമ്മേളനം നടത്തി വ്യാജ ആരോപണം ഉന്നയിച്ച് അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഹാരം ഉണ്ടാക്കണം എന്നൊരു പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ അതാ പ്രതിപക്ഷ നേതാവിന്റെ അപക്വതയും പ്രതിപക്ഷ നേതാവിന് ഇന്ത്യൻ ജനാധിപത്യത്തിലുള്ള വിശ്വാസമില്ലായ്മയും ജനങ്ങളുടെ ഇടയിൽ അത്തരത്തിലുള്ള വിശ്വാസമില്ലായ്മ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമവുമായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ശരി, ശ്രീ വി മുരളീധരൻ, വളരെയധികം നന്ദി.